ഇപ്പോൾ ഈ ഹിറ്റാച്ചികൾ ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിർത്തി പരമാവധി ഇടങ്ങളിൽ മണ്ണ് മാറ്റിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ തെരച്ചിൽ ഈ ആളുകളെ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം അത് ഉയരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ അതിശക്തമായ മഴയും മഞ്ഞുമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ അതിന് പരിമിതികളുണ്ട് എന്ന് നിസ്സംശയം പറയേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും കാലാവസ്ഥ ഈ ഒരു തെരച്ചിലിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഒപ്പം ഇനി ഒരു മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെ മണ്ണൊക്കെ മാറ്റി ഗതാഗതത്തിന് യോഗ്യമാക്കിയിട്ടുണ്ട്. അതായത് ചൂരൽമലയിൽ കുടുങ്ങിയവർക്കൊക്കെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വളരെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നത്. പക്ഷേ ഇനിയൊരു മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്കയാണ് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് നിയന്ത്രിക്കുന്നത്. ഈ ഒരു ഇടത്തേക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാൽനടയായിട്ട് വേണം ഇങ്ങോട്ട് വരുവാൻ. അതുപോലെ ഈ പാലത്തിനപ്പുറം ചൂരൽമല മേഖലയിലുള്ളവർക്കൊക്കെ അവിടെ ഇന്നലെ പലരും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ മണ്ണിടിഞ്ഞ് ഈ റോഡ് അടഞ്ഞ സാഹചര്യത്തിൽ അവരൊക്കെ ഇപ്പോൾ അവിടെ നിന്നും പോലീസിന്റെ അനുവാദം ലഭിച്ചതനുസരിച്ച് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഭിലാഷ്. തീർച്ചയായും. അതോടൊപ്പം അനുമോദ്, ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇത്രയധികം മണ്ണ് ചെളി എല്ലാം ആണ് അടിഞ്ഞു വന്നത്. നമ്മൾ ദൃശ്യങ്ങളിലടക്കം ഒരു പക്ഷേ ഏറ്റവും ഭയാനകമായൊരു ദൃശ്യം ഇന്നലെ പുറത്തു വന്നിരുന്നത് അടുത്തുള്ള CCTV നിന്ന് ലഭിച്ചതാണ്. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ലഭിച്ച ദൃശ്യമാണ്. അതിൽ ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം അത് നോക്കൂ. ഒരു പാലത്തിലേക്ക് അത്രമേൽ വലിയ തോതിൽ ആണ് അവിടെ ആ പാലത്തിനപ്പുറത്തുണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറിയെ അതിശക്തമായി തള്ളി നീക്കിക്കൊണ്ട് ആണ് ആ മണ്ണും ചെളിയും എല്ലാം എത്തിയത്. അപ്പോൾ എത്ര ബലം ഉള്ള ഒരു നിർമ്മിതിയാണ് എങ്കിൽ പോലും അത്രമേൽ വലിയ ഫോഴ്സിൽ ആണ് ഒരു ചെറിയ സമയത്ത് ഇത്രമേൽ വലിയ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നു എന്നത് തീർച്ചയായും അതിന് ബലക്ഷയം ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പാലത്തിൻ്റെ ബലക്ഷയം കൂടി പരിശോധിച്ച ശേഷമേ അത് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം അവിടെ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും മണ്ണ് നീക്കിയെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ പാലം അപകടാവസ്ഥയിലാണോ? അതിൽ അധികൃതർക്കൊരു വ്യക്തത ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അനുമോദ്? അഭിലാഷ്, നമ്മളിപ്പോഴും പാലത്തിന് ഏതാണ്ടൊരു 200 മീറ്റർ അപ്പുറത്താണ് നമ്മളെല്ലാം തന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. അതായത് അവിടേക്ക് പോകാൻ, ഈ പാലത്തിലേക്ക് പോകാൻ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ഹിറ്റാച്ചികളും അതേപോലെ ടിപ്പറും മണ്ണ് മാറ്റാനുള്ള വാഹനങ്ങളും ഒക്കെ ആ വഴി തന്നെയാണ് കടന്നു വരുന്നത്. അതായത് നിലവിൽ പാലത്തിലൂടെ ഇതെല്ലാം കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെന്ന ബോധ്യത്തിലാണ് അധികൃതർ ഇതിനെല്ലാം കടത്തിവിടുന്നത്. ഇനിയിപ്പോൾ ഒരു അവശ്യ സാഹചര്യത്തിൽ ഇങ്ങനെ കടത്തിവിടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവിടെ കുടുങ്ങിയ ആളുകളെയൊക്കെ ഇക്കരയ്ക്ക് എത്തിക്കാൻ ഇതിലൂടെ ഗതാഗതം അനുവദിച്ചേ മതിയാവും. മാത്രമല്ല ഇവിടെ നിന്ന് പുറം ലോകത്തെത്താൻ ഈ ഒരു ഒറ്റ വഴി മാത്രമേ പ്രധാനമായിട്ടുള്ളൂ എന്നുള്ളത്. അതിനപ്പുറം നമുക്കറിയാം മേപ്പാടി ഈ ചൂരൽമലയുടെ മുകളിലായിട്ടുള്ളത് പിന്നെ വനാന്തരങ്ങളാണ്, പിന്നെ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളായിട്ടുള്ള മലനിരകളൊക്കെയാണ്. അപ്പോൾ ഈ വഴി മാത്രമാണ് കടന്നു വരാൻ കഴിയുന്ന ഒരിടം. അപ്പോൾ അതുവഴി ഗതാഗതം ഇപ്പോൾ പരിമിതമായിട്ട് നിയന്ത്രിച്ച തോതിൽ തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത്. അതായത് അത്യാവശ്യം വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്കും പ്രദേശവാസികൾക്കൊക്കെ ഉള്ള വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഒപ്പം രക്ഷാദൗത്യത്തിലേർപ്പെട്ടവരുടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. വലിയ ഹിറ്റാച്ചിയും വലിയ ടിപ്പർ ലോറികളും JCBകളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഉറപ്പിൽ നിലവിൽ ആശങ്കയില്ല. പക്ഷേ ഈ സാഹചര്യം മാറിയതിന് ശേഷമായിരിക്കും വിശദമായ പരിശോധനകൾ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇതൊന്നും അനുവദിക്കാതെ ഇവിടെ രക്ഷാപ്രവർത്തനവും തെരച്ചിലൊന്നും നടത്താൻ കഴിയുകയില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും ഈ തെരച്ചിൽ പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിനുശേഷം ഈ ഒരു മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ. എന്താണെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നടപടി ഉണ്ടാവുക. കാരണം ഈ ഒരു പദ്ധതിയെക്കുറിച്ച് തന്നെ വലിയ ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മഴക്കാലത്ത് തുടങ്ങിയപ്പോൾ തന്നെ അത്തരത്തിലൊരു ദുരന്തം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്ന കാര്യവും സംശയം ഇല്ലാത്തതാണ്. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ. അഭിലാഷ്.
യെസ്, ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യം, മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി ഈ ഘട്ടത്തിൽ പറയേണ്ടതായി വരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമാകുന്ന ഒന്ന്. അനുമോദ് സൂചിപ്പിച്ച പോലെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. ഒപ്പം അനുമോദ്, ഇന്നലെ തന്നെ നമ്മൾ രാത്രി പ്രേക്ഷകരുമായി വാർത്ത പങ്കുവയ്ക്കുമ്പോൾ പല ആളുകളും അവിടേക്ക് പുറത്തു നിന്നൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല അപകട സമയത്തും കണ്ടതാണ്. അന്ന് മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നൊരു പശ്ചാത്തലമുണ്ട്. ഒരുതരം ഡിസാസ്റ്റർ ടൂറിസം എന്ന നിലയിലേക്കൊന്നും ഇതിനെ ആരും കാണരുത്, അങ്ങനെ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തക്കാഴ്ച കാണാൻ എത്തരുത് എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് ഒരു സാഹചര്യം? അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകൾ അവിടേക്ക് അധികമായി എത്തുന്നുണ്ടോ? അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അവിടെ പുറത്തു നിന്നുള്ള ആളുകളെയൊക്കെ പ്രവേശിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക്, അതായത് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് അവിടെ സ്വതന്ത്രമായൊരു സഞ്ചാരം അനുവദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും പുറമേ നിന്നുള്ള വിനോദസഞ്ചാരികളൊന്നും ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയവരിൽ പലരും ഇവിടെ കുടുങ്ങിപ്പോയവരാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉള്ളവർ, ചേട്ടൻ എവിടുന്ന് വന്നാ? മലപ്പുറത്ത് വന്നാ? എങ്ങനെ ഇന്നലെ ഇവിടെ കുടുങ്ങിപ്പോയതാണോ? ഞങ്ങള് ചൂരൽമല ഇത് കാണാൻ പോയതായിരുന്നു. ചൂരൽമല അങ്ങനെ കാണാൻ പോയതാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് തിരിച്ചു പോകാൻ പറ്റാതെ കുടുങ്ങി. അതെ. വാഹനം എവിടെയുള്ളത്? വാഹനം അപ്പുറത്ത് നിർത്തിയിട്ട് ഞങ്ങൾ നടന്നിട്ട് ഇവിടെ റിസോർട്ട് എടുത്തിരുന്നു. റിസോർട്ടിക്ക് പോയതായിരുന്നു. മണ്ണിടിഞ്ഞ സമയത്താണോ അദ്ദേഹം നടന്നു പോകുന്നത്? മണ്ണിടിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാം പോലീസെല്ലാം കൺട്രോൾ ആക്കിയതിനു ശേഷം അതിന്റെ സൗകര്യം ഒരുക്കി തരുന്നത്. കാൽനടയായിട്ട് ഇക്കരെ കിടക്കാൻ. അതെ. നിങ്ങളെ വണ്ടി അവിടെ ഒന്നും പുറപ്പെട്ടോ? എന്താണ്? ഇല്ല, വണ്ടി അവിടെ ഇപ്പോ സെന്ററിൽ എന്തോ ഇറ്റാച്ചി എന്തോ നിൽക്കുന്നുണ്ട്. അത് മാറ്റിയതിനു ശേഷം വണ്ടി വിടാറുണ്ട്. ലൈനിൽ നിർത്തിക്കപ്പോ വേറെയും കുറെ വണ്ടികൾ അവിടെ വേറെയും കുറെ വണ്ടികളുണ്ട്. കാണാൻ വന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികൾ ടൂറിസ്റ്റിന് വണ്ടിയുണ്ട്. അവരൊക്കെ അവിടെ താമസിക്കുന്നവരും അല്ലാത്തവരൊക്കെ അവിടെ കുടുങ്ങിപ്പോയി. അതെ, ആളുകൾ കുടുങ്ങി കിടക്കാണ് അല്ലേ? അതാണ് അഭിലാഷയുടെ കാര്യം. അതായത് ഇവിടേക്ക് ഇതിപ്പോ ദുരന്തം ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഇന്നലെ എത്തിയവരും കഴിഞ്ഞ ദിവസം എത്തിയവരൊക്കെയാണ് ഇവിടെ കുടുങ്ങിപ്പോയി കിടക്കുന്നത്. അതല്ലാതെ ആരെയും ഇവിടേക്ക് ഇന്ന് മുതൽ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെയൊക്കെ വാഹനം ഈ ചൂരൽമല ഭാഗത്ത്, അതായത് പാലത്തിന്റെ മറുവശത്ത് ആണുള്ളത്. അവിടെ പലയിടങ്ങളിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അപകടമുണ്ടായതിനു ശേഷം ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമായപ്പോൾ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്നും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇപ്പോൾ അവരുടെ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്നതാണ്, ക്രമമായിട്ട് കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തമുഖം ഒരു ടൂറിസം കേന്ദ്രമാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളത് കവളപ്പാറ ദുരന്തം മുതൽ നമ്മൾ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ്. ദുരന്തം കാണാൻ ആളുകൾ എത്തുക, മണ്ണിടിഞ്ഞത് കാണാൻ ആളുകൾ എത്തുക എന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ അത്തരത്തിൽ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നൊന്നും നമുക്ക് പറയാനാകില്ല. ഇപ്പോഴിവിടെ ഉള്ളവരൊക്കെ ഇവിടെ കുടുങ്ങിപ്പോയവരാണ്. മാത്രമല്ല, മേപ്പാടി മുതൽ കർശന നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് മേപ്പാടിയിൽ നിന്നും ഈ ഒരു മേഖലയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതും ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് വാഹനം നിർത്തി പിന്നീട് കാൽനടയായിട്ട് മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടുള്ളൂ. അതും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ വിടുന്നത്. പ്രദേശവാസികളെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെയും ഈ ദൗത്യ രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തുന്നവരെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലൂടെയൊക്കെ എത്തുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ട് ഉയരുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ച് ഈ ഏതു ദുരന്തവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരു വിനോദസഞ്ചാര മേഖലയുടെ ഇടമായിട്ട് മാറുന്ന ദുരവസ്ഥ നമ്മളൊക്കെ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുണ്ടാകാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത്, അധികൃതരുടെ ഭാഗത്ത് ഒരു മുൻകരുതൽ നടപടികൾ ഉണ്ടാകാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്, മുണ്ടക്കൈ ചൂരൽമല അപകട സമയത്ത് നമ്മൾ കണ്ടതാണ്. നിരവധി ആളുകൾ ആ അപകട സ്ഥലത്തേക്ക് എത്തുകയും അങ്ങനെ അവിടെയുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത്. എന്നാൽ ഇപ്പോഴിതാ അങ്ങനെ അധികം ആളുകൾ എത്തുന്നില്ല. മറിച്ച് നേരത്തെ ഈ ഭാഗത്തേക്ക് പോയവർക്ക് തിരിച്ച് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ കൂടി, അതായത് ഈ അപകടമുണ്ടാകുന്ന സമയത്ത് ഈ പാലത്തിനപ്പുറത്തേക്ക് കടന്നുപോയവർക്ക് തിരികെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും വാഹനങ്ങൾ ഉൾപ്പെടെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അനുമോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ കുറേയധികം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു വ്യക്തതയുണ്ടോ? അതായത് ഈ പ്രദേശവാസികളുടെ അവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, മറ്റാവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ട്, ആശുപത്രി കേസുകളുണ്ടാകാം, പല ആവശ്യങ്ങളുണ്ടാകാം, മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾ
കുടുംബപരമായ ആവശ്യങ്ങൾ, നിരവധിയായ ആവശ്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെയാണോ ഇപ്പോൾ ഈ കടത്തി വിടുന്നത്? ഇനിയിപ്പോൾ ഈ വിനോദസഞ്ചാരികളായൊക്കെ പുറപ്പെട്ടിരുന്നവർക്ക് എപ്പോഴേക്ക് തിരികെ വരാൻ പറ്റും? അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തത കൈവരുന്നുണ്ടോ അനുമോദ്? പ്രദേശവാസികൾക്ക് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇളവ് നൽകിയിട്ടുള്ളത്. അഭിലാഷ്, ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, നമുക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ പോലീസിന്റെയോ കളക്ടറുടെയോ മന്ത്രിയുടെയോ ഒക്കെ പ്രതികരണം തേടേണ്ടതുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഈ ദുരന്തം നടക്കുന്നതിന്റെ ഏതാണ്ട് 200 മീറ്റർ അപ്പുറത്ത് നമ്മളെല്ലാം കയർ കെട്ടി നിയന്ത്രിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് അവരോട് നേരിൽ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതി ഇവിടെ നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ ഉദ്യോഗസ്ഥരുമായിട്ടും മറ്റും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവിടെയുള്ള പ്രദേശവാസികൾക്കും അതുപോലെ ഇവിടെ കുടുങ്ങിപ്പോയ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. ഈ കടത്തിവിടുന്ന വാഹനങ്ങളൊക്കെ ഇന്നലെ രാത്രിയും, നേരത്തെ മലപ്പുറം എത്തിയ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ചൂരൽമല ആ മേഖലയിൽ ഇവിടേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിപ്പോയവരുടെ വാഹനങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇതുവഴി കടത്തിവിടുന്നത്. ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ചൂരൽമലയിലും അതേപോലെ തന്നെ അട്ടമലയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ മുണ്ടക്കയിലൊക്കെ ജോലി ചെയ്യുന്ന അവിടെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ മേപ്പാടി കേന്ദ്രീകരിച്ചാണ് അവരുടെ ഉപജീവന മാർഗമുള്ളത്. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് കടത്തിവിടാൻ, ജോലിക്ക് പോകാൻ അനുവദിക്കുന്നുണ്ട്. പലരും ഒരുപാട് ദൂരം നടന്ന് ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് മേപ്പാടിയിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത് രാവിലെ മുതൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം.